നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസ് ഒരു പ്രതി കോടതിയിൽ കീഴടങ്ങി. തൃശൂർ പരപ്പൂർ സ്വദേശി മനോജാണ് പെരിന്തൽമണ്ണ കോടതിയിൽ കീഴടങ്ങിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവർ 14ആയി. ദേശീയപാതയിൽ മലപ്പുറം തിരൂർക്കാട് വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറിക്കടിയിൽപ്പെട്ട് 2 കോളേജ് വിദ്യാർത്ഥിനികൾക്കും ലോറി കാറിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് യുവാവിനും പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിനെതിരെ പരാതിയുമായി CPM. വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച് 10ഓളം പരാതികൾ നൽകി. നഗരസഭാ പരിധിയിൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പരാതിക്കാർ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനം കട്ടപ്പുറത്തായിട്ട് 4 മാസം. പ്രസിഡന്റ് സഞ്ചരിക്കുന്നത് ടാക്സി വാഹനത്തിൽ. വാഹനം നന്നാക്കാത്തതിനു പിന്നിൽ ബ്ലോക്ക് സെക്രട്ടറിയും ഭരണസമിതിയിലെ ചില അംഗങ്ങളും തമ്മിലുള്ള ശീതസമരമെന്നും ആരോപണം. തച്ചനാട്ടുകര സമഗ്ര ശുദ്ധജല പദ്ധതി കോട്ടോപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് പൈപ്പിടുന്ന പ്രവൃത്തികൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കും. 2 മാസം കൊണ്ട് പൈപ്പിടൽ പൂർത്തിയാക്കാനും ധാരണ. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. 6-ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. സെക്ഷന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് 50 ലക്ഷം രൂപ ചിലവിൽ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഒരു പ്രതി കൂടി കോടതിയിൽ കീഴടങ്ങി. തൃശൂർ പരപ്പൂർ തോളൂർ ചാലക്കൽ വീട്ടിൽ മനോജാണ് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരായത്. പോലീസ് മനോജിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മനോജിനെ അറസ്റ്റ് ചെയ്തതോടെ സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ പ്രതികൾ 14ആയി. പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന KM ജ്വല്ലറി ഉടമകളായ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറുകൊണ്ട് ഇടിച്ച് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് 3.2 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തതായാണ് കേസ്. പെരിന്തൽമണ്ണ DYSP TK ഷൈജു, പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തിരൂർക്കാട് നിയന്ത്രണം വിട്ട ലോറിക്കടിയിൽപ്പെട്ട 2 കോളേജ് വിദ്യാർത്ഥിനികൾക്കും ഇതേ ലോറി കാറിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് മറ്റൊരു യുവാവിനും പരിക്കേറ്റു. തിരൂർക്കാട് സ്കൂൾ പടിയിലാണ് സംഭവം. ബുധനാഴ്ച രാവിലെ 9:30 മണിയോടെയാണ് തിരൂർക്കാട് പള്ളിപ്പടിയിൽ നിയന്ത്രണം വിട്ട ലോറി കോളേജ് വിദ്യാർത്ഥിനികളെ ഇടിച്ചത്. അപകടം നടന്ന ഉടൻ ഓടിക്കൂടിയ നാട്ടുകാർ ലോറിക്കടിയിൽ നിന്നും വിദ്യാർത്ഥിനികളെ പുറത്തെടുക്കുകയായിരുന്നു. തിരൂർക്കാട് നസ്ര കോളേജിലെ വിദ്യാർത്ഥികളായ മലപ്പുറം സ്വദേശി റുഷ്ദ, രാമപുരം സ്വദേശി ഷഹല ഷെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥികളെ ഇടിച്ച ഈ ലോറി കാറിലും നിർത്തിയിട്ട 2 ബൈക്കുകളിലും ഇടിച്ചു. കാറിലുണ്ടായിരുന്ന തിരൂർക്കാട് സ്വദേശിയായ യുവാവ് നജീബിനും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ് അപകടമുണ്ടാക്കിയ ലോറി. ഡ്രൈവർക്ക് അപസ്മാരം ഉണ്ടായതിനെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ടു എന്നാണ് പറയുന്നത്. അതേസമയം ലോറി ഡ്രൈവർ ഉറങ്ങിയത് കാരണം അപകടമുണ്ടായി എന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. തിരൂർക്കാട് NIA എഡ്യൂക്കേഷൻ കോംപ്ലക്സിന് മുന്നിലാണ് അപകടം സംഭവിച്ചത്. വിദ്യാർത്ഥികൾ കൂട്ടമായി സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് അപകടമുണ്ടായത്. പെരിന്തൽമണ്ണ പോലീസ് എത്തി അന്വേഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിനെതിരെ പരാതിയുമായി CPM രംഗത്ത്. വിഭജനം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച CPM 10ഓളം പരാതികളാണ് നൽകിയിട്ടുള്ളത്. നഗരസഭാ അതിർത്തിയിൽ ലക്കിടിച്ചേരൂർ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പരാതി. കിൻഫ്ര പാർക്കിന് സമീപത്തെ ചില പ്രദേശങ്ങൾ പാലപ്പുറത്തെ വാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആക്ഷേപം. ചില വാർഡുകളുടെ വിസ്തൃതി വളരെ കൂടുതലും മറ്റു ചില വാർഡുകളുടെ ഏറെ കുറവുമാണെന്നാണ് പരാതി. വലിയ വാർഡിൽ 2000ഓളം വോട്ടർമാരുണ്ടെന്നും ചെറിയ വാർഡിൽ 300ഓളം വോട്ടർമാർ മാത്രമാണുള്ളതെന്നും CPM നേതാക്കൾ പറയുന്നു. അശാസ്ത്രീയമായ വിഭജനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതികൾ നൽകിയത്. CPM ഒറ്റപ്പാലം, വരോട്, പാലപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായവരാണ് പരാതി നൽകിയിട്ടുള്ളത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനം കട്ടപ്പുറത്തായിട്ട് 4 മാസം. പ്രസിഡന്റ് സഞ്ചരിക്കുന്നത് ടാക്സി വാഹനത്തിൽ. ബ്ലോക്ക് സെക്രട്ടറിയും ഭരണസമിതിയിലെ ചില അംഗങ്ങളും തമ്മിലുള്ള ശീതസമരമാണ് വാഹനം നന്നാക്കാത്തതിന് പിന്നിലെന്നും ആരോപണം. വാഹനത്തിന്റെ പമ്പിംഗ്, നോസിൽ തുടങ്ങിയ തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്ന് പ്രാദേശിക വർക്ക്ഷോപ്പിൽ 45,000 രൂപ ചെലവിൽ 1 വർഷം മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. വീണ്ടും കേടായതോടെ 2 മാസം ഷെഡിൽ നിർത്തിയിട്ടു. 2 മാസത്തിനു ശേഷം ഒക്ടോബറിൽ അറ്റകുറ്റപ്പണി നടത്താൻ കമ്പനിയിലേക്ക് അയച്ചു. സർക്കാരിന്റെ മെക്കാനിക്കൽ AE പരിശോധിച്ച് 67,500 രൂപയുടെ അറ്റകുറ്റപ്പണി നടത്താമെന്ന് നൽകിയ റിപ്പോർട്ട് മെക്കാനിക്കൽ AXE അംഗീകരിച്ചു. സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് വർക്ക് ഓർഡർ കത്താക്കി കമ്പനിക്ക് അയക്കുകയാണ് പതിവ്. ഈ കത്ത് കിട്ടിയാൽ കമ്പനി സർവീസ് നടത്തി വാഹനം തിരിച്ചു നൽകും. എന്നാൽ ഇത് ചെയ്യാതെ സെക്രട്ടറി വാഹനം സർവീസ് നടത്താൻ
കൊട്ടേഷൻ വിളിച്ച് താമസിപ്പിച്ചുവെന്നാണ് സെക്രട്ടറിക്കെതിരെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലും വാഹനം അറ്റകുറ്റപ്പണി നടത്തുന്നത് വൈകിപ്പിച്ചിട്ടില്ലെന്ന് ബ്ലോക്ക് സെക്രട്ടറി അജിത് കുമാരി പറഞ്ഞു. വാഹനം അറ്റകുറ്റപ്പണി നടത്തുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചിരുന്നു. ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം കാരണം കുറച്ച് താമസം വന്നിട്ടുണ്ട്. പ്രസിഡന്റിന് സഞ്ചരിക്കാനുള്ള വാഹനം സൗകര്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സെക്രട്ടറി പറഞ്ഞു. വാഹനം കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നാണ് തന്റെ അഭിപ്രായമെന്ന് പ്രസിഡന്റ് വി പ്രീത അറിയിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ ശ്രീകൃഷ്ണപുരം പോലീസ് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. കരിമ്പുഴ തോട്ടര എളയിടത്ത് അബ്ദുൽ മുബഷീറിനെയാണ് അറസ്റ്റ് ചെയ്ത് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ശ്രീകൃഷ്ണപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ജൂലൈ മാസത്തിൽ കടമ്പഴിപ്പുറം ഗായത്രി ബാറിന് സമീപം വെച്ചുണ്ടായ കൊലപാതക ശ്രമക്കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത്. 2022 മഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചുണ്ടായ കവർച്ചാ കേസിലും 2024 മാർച്ചിൽ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചുണ്ടായ ദേഹോപദ്രവ കേസിലും മാർച്ച് മാസത്തിൽ തന്നെ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞ് മുഖത്ത് മുളകുപൊടിയെറിഞ്ഞ് സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും മറ്റും കവർച്ച നടത്തിയ കേസിലും പ്രതിയാണ് അബ്ദുൽ മുബഷീർ. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം തച്ചനാട്ടുകരയിൽ നിന്നും കോട്ടോപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് നാട്ടുകൽ ഭീമനാട് റോഡരികിൽ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കും. വയലുകൾ വരുന്ന കലുങ്കുകളുള്ള ഭാഗത്ത് റോഡിന് നടുവിലൂടെയാകും പൈപ്പിടേണ്ടി വരിക. പ്രവൃത്തികൾ മൂലം റോഡിന് കേടുപാടുകൾ സംഭവിച്ചാലും ഇത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ടാറിംഗ് അടക്കം നടത്താൻ ജല അതോറിറ്റി 1.78 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവച്ചിട്ടുണ്ടെന്ന് ജല അതോറിറ്റി അധികൃതരും അറിയിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയ്ക്ക് സമീപം ഭീമനാട് നാട്ടുകൽ റോഡ് ആരംഭിക്കുന്നതിന്റെ ഇടതുവശത്ത് അലനല്ലൂർ പഞ്ചായത്തിലേക്ക് 700 മില്ലിമീറ്റർ വ്യത്യാസമുള്ളതും വലതുവശത്ത് കോട്ടോപ്പാടം പഞ്ചായത്തിലേക്ക് 500 മില്ലിമീറ്റർ വ്യത്യാസമുള്ളതുമായ പൈപ്പാണ് സ്ഥാപിക്കുക. പ്രവൃത്തിയുടെ ഭാഗമായി എൻ ശംസുദ്ദീൻ MLA നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ, ജല അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു. പകൽ സമയങ്ങളിൽ വാഹനഗതാഗതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ പൈപ്പിടൽ ജോലികൾ രാത്രിയിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 മാസം കൊണ്ട് പൈപ്പുകൾ പൂർണ്ണമായും സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നു. പരമാവധി റോഡിന്റെ അരികിലെ ടാർ ഭാഗത്തേക്ക് തട്ടാത്ത രീതിയിൽ പൈപ്പുകൾ ഇടാനാണ് ശ്രമം. അതേസമയം വയലുകൾ വരുന്ന കലുങ്കുകളുള്ള ഭാഗത്ത് റോഡിന് നടുവിലൂടെയാകും പൈപ്പിടേണ്ടി വരിക. പ്രവൃത്തികൾ മൂലം റോഡിന് കേടുപാടുകൾ സംഭവിച്ചാലും ഇത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ടാറിംഗ് അടക്കം നടത്താൻ ജല അതോറിറ്റി 1.78 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിൽ കെട്ടിവച്ചിട്ടുണ്ടെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇരു വകുപ്പുകളും തമ്മിലുള്ള കരാർ നടപടികൾ അടുത്ത ആഴ്ചയോടെ പൂർത്തിയാക്കും. തുടർന്നാണ് പ്രവൃത്തികൾ ആരംഭിക്കുക. രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെയാണ് ചാല് കീറി പൈപ്പിടുക. തുടർന്ന് മണ്ണിട്ട് മൂടി നിരപ്പാക്കുകയും ചെയ്യും. പ്രവൃത്തികൾ നടക്കുന്ന സമയങ്ങളിൽ റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഡിസംബർ 15 ആരംഭിച്ച് ഫെബ്രുവരി 15 പൂർത്തിയാക്കും വിധമാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനായി കരാറുകാരുടെ യോഗവും ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ 3 പഞ്ചായത്തുകളിലെ 22,000 വീടുകളിലേക്ക് പൈപ്പ് വഴി ശുദ്ധജലമെത്തിക്കാൻ 201 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ചാണ് കുടിവെള്ള പദ്ധതി പ്രവർത്തിക്കുക. നാട്ടുകൽ തേങ്ങാക്കണ്ടം മലയിൽ 66 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ട്. നാട്ടുകൽ ഭീമനാട് റോഡിന് പുറമെ ദേശീയപാതയോരത്തും പദ്ധതി പ്രകാരം പൈപ്പുകൾ സ്ഥാപിക്കും. കൂട്ടോപ്പാടം പഞ്ചായത്തിൽ ഗാർഹിക കണക്ഷൻ നൽകൽ, പൈപ്പിടൽ തുടങ്ങിയ പ്രവൃത്തികൾ ഇതിനകം 60% പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അറിയിച്ചു. അലനല്ലൂർ പഞ്ചായത്തിലും പ്രവൃത്തികൾ നടന്നുവരികയാണ്. 2025 ഡിസംബറോടെ സമഗ്ര കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് അധികൃതരുടെ ശ്രമം. മണ്ണാർക്കാട് നായാടിക്കുന്ന് പിലാക്കൽ വീട്ടിൽ മുഹമ്മദ് ഇക്ബാലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സാഹചര്യം അന്വേഷിക്കണമെന്ന് സേവ് CPI ജില്ലാ നേതൃത്വം. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് സേവ് CPI ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ അറിയിച്ചു. സ്വകാര്യ പണമിടപാടുകാരും മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങളും ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ പടർന്നു പന്തലിക്കുകയാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ച കാണിക്കുന്നത് നാട്ടിലെ ദാരിദ്ര്യം ചൂഷണം ചെയ്യുന്നു എന്നതാണ്. ഇരകളെ കണ്ടെത്തി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുന്നതും കുടുംബങ്ങളെ അനാഥമാക്കുകയും ചെയ്യുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും സേവ് CPI ആവശ്യപ്പെട്ടു. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടന സജ്ജമായി. ഈ മാസം 6 മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൊപ്പം കൊഴിഞ്ഞിംപറമ്പിലെ 110 kV സബ്സ്റ്റേഷന് സമീപത്താണ് 50 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്.
1900 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത്. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ഒരുക്കങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. 6 രാവിലെ 9:30 മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. VK ശ്രീകണ്ഠൻ MP, ജില്ലാ കളക്ടർ S. ചിത്ര ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA അറിയിച്ചു. ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് ആരംഭിച്ചതു മുതൽ. അപ്പോൾ അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുക എന്ന ഉദ്ദേശത്തോടു കൂടി ദീർഘകാലമായി ആ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. മനോഹരമായൊരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടുത്തെ 110 kV സബ്സ്റ്റേഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഈ മനോഹരമായ കെട്ടിടവും വന്നിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആളുകൾക്ക് വന്ന് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കാണാനും കൂടുതൽ അതുപോലെ തന്നെ ക്യാഷ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ളൊരു ഓഫീസാണ്. അത്യാവശ്യം ആളുകൾ ക്യാഷ് അടക്കാനും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ സെഷൻ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും. ക്യാഷ് അടക്കേണ്ടവർക്ക് അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണെങ്കിലും ഏറ്റവും നന്നായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കെട്ടിടമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ നിർവഹിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 6 വെള്ളിയാഴ്ച രാവിലെ 10:30 ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുക. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ബ്ലോക്ക് ക്ഷീരസംഗമം ഓങ്ങല്ലൂരിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന സെമിനാർ, ക്ഷീരപ്രദർശനം, ഡയറി ക്യൂസ്, ആദരിക്കൽ എന്നിവ ഉണ്ടായിരുന്നു. ക്ഷീരവികസന വകുപ്പിന്റെയും പട്ടാമ്പി ബ്ലോക്കിലെ ക്ഷീരസഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ഷീര കർഷക സംഗമം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കർഷകരെന്ന് പറഞ്ഞാൽ എല്ലാ കർഷകരും നമ്മുടെ നെടുന്തൂണ് തന്നെയാണ്. ഒരുപാട് കാലങ്ങൾക്കൊക്കെ മുന്നേ ഞാനും ഒരു ക്ഷീര കർഷക കുടുംബത്തിലുള്ള ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ക്ഷീര കർഷകരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഒരുപാട് കണ്ടറിഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം പണ്ടത്തെ പോലെ അല്ല, ഇന്നിപ്പോൾ ആധുനിക രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മിഷൻ ഉപയോഗിച്ച് പാല് കറക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇന്ന് കർഷകരൊക്കെ. എല്ലാ കർഷകർക്കും ഒരുപാട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം, മനുഷ്യന്മാർക്ക് വരുന്നത് പോലത്തെ അസുഖങ്ങളൊക്കെ ഇന്ന് പശുക്കൾക്കും കണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ പശുക്കൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കർഷകരൊക്കെ ഇതിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ എല്ലാ വീടുകളിലും പശു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയാണ്. ചടങ്ങിൽ ഓങ്ങല്ലൂർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റിനെ ആദരിക്കൽ, ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന വനിത SC വിഭാഗം കർഷകരെ ആദരിക്കൽ, ബ്ലോക്ക് പരിധിയിലെ 16 ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെ ആദരിക്കൽ എന്നിവ നടന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N. ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, വിരമണി, ബേബി ഗിരിജ, മറ്റു ജനപ്രതിനിധികളായ K. പുഷ്പലത, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, PP ഉണ്ണികൃഷ്ണൻ, പട്ടാമ്പി ക്ഷീരവികസന ഓഫീസർ PB പ്രിയ നാരായണൻകുട്ടി, ഡോക്ടർ രവി, K. കോരൻ, K. സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരപ്രദർശനം, ഡയറി ക്വിസ്, ക്ഷീരവികസന സെമിനാർ എന്നിവയും ഉണ്ടായിരുന്നു. ഷാർജ KMCC സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ഹൈദരലി ശിഹാബ് തങ്ങൾ പുരസ്കാരം നജീബ് കാന്തപുരം MLAക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ ഭാവനാപൂർണമായ പദ്ധതികളാണ് നജീബ് കാന്തപുരം MLAയെ ഈ അവാർഡിന് അർഹനാക്കിയത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, PMA സലാം എന്നിവരടങ്ങുന്ന ജൂറിയാണ് നജീബ് കാന്തപുരം MLAയെ അവാർഡ് ജേതാവായി തിരഞ്ഞെടുത്തത്. മുനവറലി ശിഹാബ് തങ്ങൾ അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചു. ഡിസംബർ 7 ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ ഈദ് അൽ ഇത്തിഹാദ് സാംസ്കാരിക സമ്മേളനത്തിൽ നജീബ് കാന്തപുരം MLAക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് ഷാർജ KMCC സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് ഹാഷിം നൂഞ്ഞേരി, ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം, ട്രഷറർ K. അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളും ജനപ്രതിനിധികളും
അറബ് പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ ഏകീകൃത യൂണിഫോം വിതരണോദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. വിളയൂർ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്കിനി ഏകീകൃത യൂണിഫോം. വിളയൂർ പഞ്ചായത്ത് എന്നെഴുതി ICDS എംബ്ലവും ഉൾപ്പെടുത്തിയുള്ള യൂണിഫോമാണ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അവകാശപ്പെടുന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും രക്ഷിതാക്കളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. അങ്കണവാടികളിലൂടെ നൽകുന്ന സൗജന്യ പ്രീ സ്കൂൾ ക്ലാസുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. നേരത്തെ പല അംഗൻവാടികളിലും ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ പ്രൈവറ്റ് കക്ഷികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്ത് ഒന്നാകെ ഒരു പ്രത്യേക രീതിയിൽ ഗവൺമെന്റ് തന്നെ വലിയ ഫണ്ടൊന്നല്ല, ചെറിയ ഫണ്ട് വെച്ചിട്ടാണെങ്കിലും വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതിന് ICDS അംഗങ്ങളും ഇതിന് മുന്നിട്ടിറങ്ങിയ സൂപ്പർവൈസർ അടക്കമുള്ളവരും പ്രത്യേകിച്ച് ഇതിന് ഫണ്ട് വെച്ച് ഈ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതൊരു മാതൃകയായി മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ICDS സൂപ്പർവൈസർ K ജയശ്രീ, രാജ്യമണികണ്ഠൻ, നീലടി സുധാകരൻ, CDPO KA ബിന്ദു, K സിന്ധു, അമ്പിളി, P ലേഖ, ദിവ്യ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം വെറ്ററൻസ് ഫുട്ബോൾ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന 4ാമത് ഫുട്ബോൾ ലീഗ് ഡിസംബർ 8 മുതൽ ജനുവരി 31 വരെ നടക്കും. ഉദ്ഘാടന മത്സരം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പാമ്പാടിയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയകാല ഫുട്ബോൾ കളിക്കാരുടെ കൂട്ടായ്മയായ VFC ഒറ്റപ്പാലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് ഫുട്ബോൾ ലീഗിനാണ് ഡിസംബർ 8 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ പാമ്പാടി ടർഫിൽ തുടക്കമാകുന്നത്. 40 വയസ്സിന് മുകളിലുള്ളവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചകളിലുമായി 9 ആഴ്ചയാണ് മത്സരം നടക്കുന്നത്. 10 ടീമുകൾ ലീഗിൽ മത്സരിക്കും. 40 മിനിറ്റാണ് മത്സര സമയം. ഒറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും 4 ടർഫുകളിലായാണ് മത്സരം സജ്ജീകരിക്കുന്നത്. 56 കളികൾ 9 ആഴ്ചകളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2024 അതായത് ഈ വരുന്ന 8-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 ടീമുകളുമായിട്ടാണ് ഈ 4ാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ടോട്ടൽ കളി വരുന്നത് 56 കളികളും വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് PK ദാസ് മെമ്മോറിയൽ മെഡിക്കൽ നമ്മളോട് കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റപ്പാലം മണികുളം PK ദാസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സപ്പോർട്ട് കൂടി അവർക്കാണ്. അവരുടെ ഓഫീഷ്യലായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ സെൻറ്ററിലായിട്ട് വിളിക്കുന്നുണ്ട് ഈ ഒരു സംരംഭത്തിലേക്ക്. ഈ സീസൺ 4 വളരെ വിജയകരമായിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം എല്ലാവരും സഹകരിക്കുന്നു. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ആളുകളാണ് ലീഗിൽ പങ്കെടുക്കുന്നത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മത്സരം നടക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി 2021 ആരംഭിച്ച VFC വാട്സപ്പ് കൂട്ടായ്മയിൽ നിലവിൽ 200-ലധികം അംഗങ്ങളുണ്ട്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ TP രമേശ് ബേബി, VK അസ്കർ അലി, TG അനിൽ, CT സലീം, M അബ്ദുൽ സാജിദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒഡീഷയിലെ പുരിയിൽ നടന്ന ദേശീയ കുംഫു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 3ാം സ്ഥാനം. VFC സ്പോർട്സ് അക്കാദമിയുടെ പെരിന്തൽമണ്ണ, ഏലംകുളം സെന്ററുകളിലെ താരങ്ങളും ഇടുക്കിയിലെ ഷഹോലിൻ കുംഫു മാർഷൽ അക്കാദമിയിലെ താരങ്ങളുമാണ് കേരളത്തിനായി മെഡലുകൾ കൊയ്തത്. ഒഡീഷയിൽ നടന്ന ദേശീയ കുംഫു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 5 ഗോൾഡ്, 8 സിൽവർ, 12 ബ്രോൺസ് മെഡലുകളും ഉൾപ്പെടെ 25 മെഡലുകൾ നേടിയാണ് കേരളം 3ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ആസാം 1ാം സ്ഥാനവും വെസ്റ്റ് ബംഗാൾ 2ാം സ്ഥാനവും നേടി.
ഇടുക്കി മൂലമറ്റം ഷാവോലിൻ കുംഫു മാർഷൽ ആർട്സ് അക്കാദമിയിലെ താരങ്ങളും VFC സ്പോർട്സ് അക്കാദമിയുടെ പെരിന്തൽമണ്ണ ഏലംകുളം സെന്ററുകളിലെ താരങ്ങളുമാണ് കേരളത്തിനായി മെഡലുകൾ കൊയ്തത്. സബ് ജൂനിയർ വിഭാഗത്തിൽ അശ്വിനി പ്രകാശ് ബെസ്റ്റ് ഫൈറ്റർ അവാർഡ് കരസ്ഥമാക്കി. ചാമ്പ്യൻഷിപ്പിനോട് അനുബന്ധിച്ച് നടന്ന ബ്ലാക്ക് ബെൽറ്റ് അവാർഡിങ്ങിൽ ഏലംകുളം സ്വദേശി സുബ്രഹ്മണ്യൻ സെക്കൻഡ് ഡാൻ ബ്ലാക്ക് ബെൽറ്റും പുലാമന്തോൾ UP സ്വദേശി ഫസ്റ്റ് ഡാൻ ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കി. കുംഫു അസോസിയേഷൻ ഓഫ് കേരള സെക്രട്ടറി അജിത് പി രാജു, ഇന്റർനാഷണൽ കുംഫു കൗൺസിൽ കേരള കോച്ച് സുബ്രഹ്മണ്യൻ, കേരള ടീം മാനേജറും VFC സ്പോർട്സ് അക്കാദമി ടെക്നിക്കൽ ഡയറക്ടറുമായ ഹരീഷ് തിർത്താല എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള ടീം മത്സരത്തിനിറങ്ങിയത്. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ കേരള ടീമിന് ഷൊർണൂർ, ചെറുകര റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകി. കേരള വനം വന്യജീവി വകുപ്പ് മലപ്പുറം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വെട്ടത്തൂർ ആസ്ഥാനമാക്കി ഗ്രാമഹരിത സമിതി രൂപീകരിച്ചു. വെട്ടത്തൂർ പാലിയേറ്റീവ് ക്ലിനിക് ഹാളിൽ നടന്ന ഗ്രാമഹരിത സംഗമം വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുക, പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പുതുതലമുറയെ കണ്ണികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള വനം വന്യജീവി വകുപ്പ് മലപ്പുറം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വെട്ടത്തൂർ ആസ്ഥാനമാക്കി ഗ്രാമഹരിത സമിതി രൂപീകരിച്ചത്. വനേതര പ്രദേശങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണത്തിനാണ് ഗ്രാമ, ബ്ലോക്ക് ഹരിത സമിതികൾ സംസ്ഥാന വനം വകുപ്പ് രൂപീകരിച്ചത്. വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, ഫോറസ്ട്രി ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെ വെട്ടത്തൂർ പാലിയേറ്റീവ് ക്ലിനിക് ഹാളിൽ ഗ്രാമഹരിത സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് സൈനുൽ ആബിദീൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ കണക്കപ്പിള്ള, ഹംസക്കുട്ടി, ബ്ലോക്ക് ഹരിത സമിതി പ്രസിഡന്റ് റഷീദ് പേരയിൽ, പാലിയേറ്റീവ് സെന്റർ ചെയർമാൻ അബ്ദുറഹ്മാൻ, വെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ, ഗ്രീൻ കൺസർവേറ്റർ KP മണികണ്ഠൻ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PS നിഷാൽ, S അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചളവറ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് മുണ്ടക്കോട്ടുകുറിശി ഷാപ്പുകുന്നിൽ ജലനിധി പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു. നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. ചളവറ പഞ്ചായത്തിലെ 15-ാം വാർഡ് മുണ്ടക്കോട്ടുകുറിശി ഷാപ്പുകുന്നിൽ നിന്നുള്ള കാഴ്ചയാണിത്. 1 വർഷത്തോളമായി ഇവിടെ ജലനിധി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട്. ഇതുകാരണം ഈ വെള്ളത്തെ ആശ്രയിക്കുന്ന പ്രദേശത്തുള്ളവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. വളരെ നേരിയ തോതിലാണ് ഇവർക്കിപ്പോൾ വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, റോഡിലൂടെ വെള്ളം പോകുന്നതിനാൽ റോഡിന്റെ നടുവിലായി കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്ക്. പലതവണ പഞ്ചായത്ത് അധികൃതരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വിഷയം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം. നമ്മൾ ബന്ധപ്പെട്ട ആളുകളായിട്ടൊക്കെ എല്ലാവരും നേരാക്കാന്ന് പറയാണ്ടല്ല ഒരു കാര്യമില്ല, ഒരു കാര്യം നടക്കണില്ല. മെമ്പറായിട്ടായാലും പഞ്ചായത്ത് ബോർഡായിട്ടായാലും എല്ലാവരോടും പറഞ്ഞു, പക്ഷെ ഒരു കാര്യം അവർ ചെയ്യണില്ല. അപ്പോൾ സെക്രട്ടറികൾക്കൊക്കെ വിളിച്ച് പറഞ്ഞതാണ്, അവർ നേരാക്കാന്ന് പറയാണ്ടല്ല ഒരു കാര്യം ചെയ്യില്ല. 1 വർഷമായിട്ട് ഒരു റോഡിലൊരു പൈപ്പ് പൊട്ടിയിട്ട് നേരാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ട് എന്താണ്? ബൈക്ക്, സ്കൂട്ടർ ഉണ്ടായിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് ഉണ്ടായി. 2 ബൈക്കുകൾ തമ്മിലുണ്ടായി, ഒരു ഓട്ടോറിക്ഷയും ബൈക്ക് ഇതുണ്ടായി. ഒരു ആൾക്ക് നല്ലോണം പരിക്ക് പറ്റിയിരുന്നു, ഒരു ചെക്കന് നല്ലോണം പരിക്ക് പറ്റിയിരുന്നു. ഒരുപാട് ചിലവായിട്ടുണ്ട് ആൾക്ക്. വണ്ടി ആകെ പൊളിയുകയും ചെയ്തിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ അങ്ങ് എത്തിയിരിക്കുന്നു. അവിടെ ആ ഷാപ്പിൻ്റെ അവിടെ വരെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. ഈ ഇതിൽ ഭയങ്കര കുടിവെള്ളത്തിൽ നിന്നും വരണമെന്നില്ല, ചെറിയതായിട്ട് തന്നെ വരുന്നുണ്ട്. മെമ്പർ എന്താ പറയുന്നത്, റോഡ് നേരെയാക്കുന്ന സമയത്തേ പറ്റുള്ളൂ, ഇവിടെ ഇപ്പോൾ കളച്ച് വയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആരുമല്ല എന്ത് പറഞ്ഞിട്ടും അവരിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇവിടെ എല്ലാവരും ഒന്ന് പിരിവൊക്കെ എടുത്തിട്ട് വെള്ളം തുറന്നു വിടുന്ന ചങ്ങായി നേരെയൊക്കെ ചെയ്തു. അത് 2 ദിവസം ഉണ്ടായുള്ളൂ, പിന്നെയും പഴയ പാട് തന്നെയാണ് ഇപ്പോഴും. അടുത്ത സ്റ്റെപ്പ് ഇനിയിപ്പോൾ എന്താ, പഞ്ചായത്ത് എല്ലാ ആൾക്കാർ കൂട്ടിയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് ഇനി ഗറാവ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും, അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക? ഈ സംഗതി നടക്കണല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് നടപടി ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് നീങ്ങും, അത്ര. അറിവിൻ്റെ വിഹായുസിൽ 100 വയസ്സ് പിന്നിടുന്ന കല്ലടിക്കോട് GLP സ്കൂളിൻ്റെ ശതപൂർണിമ ആഘോഷങ്ങളുടെ സമാപനം ഡിസംബർ 6-7 തീയതികളായി നടക്കും. സമാപന പരിപാടികൾ MLA K ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് കല്ലടിക്കോട് GLP സ്കൂൾ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പ്രശോഭിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷം പിന്നിടുന്നു. കല്ലടിക്കോടൻ മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയം ഇപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാലയത്തിൻ്റെ 100-ാം വാർഷികം 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് ആഘോഷമാക്കിയത്.
ശതപൂർണിമ എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾക്ക് തിരിതെളിയിച്ചത് കോങ്ങാട് MLA കെ ശാന്തകുമാരിയാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഗുരുവന്ദനം, ഓട്ടൻതുള്ളൽ, സോദാഹരണ ക്ലാസ്, 100-ാം വർഷം 100 തൈകൾ, കവിത, ചിത്രരചനാ ക്യാമ്പ്, ചങ്ങാതിക്കൂട്ടം, ബഷീറിനെ അറിയാം, സൈനികന് ആദരം, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, സർഗോത്സവം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ഇതുവരെ നടന്നു. ഡിസംബർ 6, 7 തീയതികളിലായാണ് സമാപന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 6 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ കലാപരിപാടികൾ, നാടൻപാട്ട്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ നടി ബീനാർ ചന്ദ്രന്റെ ഏകപാത്ര നാടകം, ഒറ്റഞ്ഞാവൽ മരം എന്നിവയും അരങ്ങേറുമെന്ന് പ്രധാനാധ്യാപിക ബിന്ദു TK, SMC ചെയർമാൻ ജംഷീർ, PTA പ്രസിഡന്റ് വിജയൻ, MPTA പ്രസിഡന്റ് രമ്യ, സീനിയർ അധ്യാപകൻ M വിനോദ് എന്നിവർ പറഞ്ഞു. 2024 ഡിസംബർ മാസം 6, 7 ദിവസങ്ങളിലായിട്ട് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതപൂർണിമ ആഘോഷങ്ങളുടെ ഒരു സമാപന പരിപാടികൾ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മുഖ്യ അതിഥിയായിട്ട് ഔപചാരികമായി ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോങ്ങാട് MLA ശ്രീമതി അഡ്വക്കേറ്റ് ശാന്തകുമാരി അവർകളാണ്. ശ്രീ രാമേന്ദ്രൻ മാസ്റ്റർ പ്രസ്തുത യോഗത്തിൽ അധ്യക്ഷം വഹിക്കും. പിറ്റേന്ന് 7-ാം തീയതി സംസ്ഥാനത്തെ മികച്ച ചലച്ചിത്ര നടി എന്ന അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി ബീന R ചന്ദ്രൻ കുട്ടികളുടെ പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും അവരുടെ രംഗാവിഷ്കാരമായ ഏകപാത്ര നാടകം ഒറ്റഞ്ഞാവൽ മരം അതിൻ്റെ അവതരണം ഉണ്ടാവും. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അന്തർ കലാലയ ദേശീയ കലാമത്സരമായ സിബാബ് 25ന്റെ പ്രാഥമിക മത്സരങ്ങൾ പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ക്യാമ്പസിൽ ഡിസംബർ 6, 7, 8 തീയതികളിൽ നടക്കും. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെസ്റ്റിവൽ ഓഫ് കൾച്ചർ എന്ന വിഷയത്തിൽ നടക്കുന്ന സിബാക്കിൽ ദ്വീപിൽ നിന്നടക്കമുള്ള 10 സ്ഥാപനങ്ങളിൽ നിന്നായി 400-ൽ പരം മത്സരാർത്ഥികൾ 3 വിഭാഗങ്ങളിലായി 100-ലധികം മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 6 വൈകിട്ട് 7 മണിക്ക് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമസ്ത വൈസ് പ്രസിഡന്റ് MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രശസ്ത ഖാദികൻ KS മൗലവിയുടെ ചരിത്ര കഥാപ്രസംഗവും ഉണ്ടാകും. ദാറുൽ ഹുദ സെക്രട്ടറി U ഷാഫി ഹാജി മുഖ്യപ്രഭാഷണം നടത്തും. നൂറുൽ ഹിദായ ഇസ്ലാമിക് മാനേജ്മെന്റ് ഭാരവാഹികളും മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ബിദായ, ഊല, സാനിയ, സാനവിയ, ആലിയ കുല്ലിയ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. ഇതിൽ ആദ്യ 3 ഇനങ്ങളിലെ മത്സരമാണ് നൂറുൽ ഹിദായയിൽ നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. 40-ാം വാർഷികം ആഘോഷിക്കാൻ നിൽക്കുന്ന റൂബി ജൂബിലി ആഘോഷിക്കാൻ നിൽക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസരത്തിൽ 40ഓളം സഹസ്ഥാപനങ്ങളാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത്. അതിന് കീഴിലായിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള 2 സ്ഥാപനങ്ങളിൽ ഒന്നാണ് പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായ ഇസ്ലാമിക് അക്കാദമി. നൂറുൽ ഹിദായ ഇസ്ലാമിക് സെൻ്ററാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ സിബാക്ക് 2025 ദാറുൽ ഹുദ അന്തർ കലാലയങ്ങളുടെ കലാസാഹിത്യ മത്സരമായ സിബാക്കിൻ്റെ പ്രാഥമിക റൗണ്ട് നടക്കുകയാണ്. 400-ലധികം മത്സരാർത്ഥികൾ 500ഓളം മത്സര ഇനങ്ങളിൽ മത്സരിക്കുന്ന വലിയ ഒരു മാമാങ്കമാണ് സിബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദേശീയ മത്സരമാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള 40ഓളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. 6 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഊല, ബിദായ, സാനിയ, സാനവിയ, അതുപോലെ ആലിയ, കുല്ലിയ. കേരളത്തിലെ 3 സോണുകളിലായിട്ടാണ്, ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ ഹാജി, കൺവീനർ അബ്ദുൽ ലത്തീഫ് ഉദവി, ഖജാൻജി P ഉസ്മാൻ ഹാജി, KM മുജീബുദ്ദീൻ, CS ഐദ്രസ് മാസ്റ്റർ, CV റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് തെന്നാരി റെയിൻബോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പോലീസ് അത്ലറ്റിക് മീറ്റിൽ റെക്കോർഡ് നേടിയ ജിഷ്ണു പ്രസാദിന് സ്വീകരണം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രസീത ഉദ്ഘാടനം നിർവഹിച്ചു.
ഡൽഹിയിൽ നടന്ന ഓൾ ഇന്ത്യ പോലീസ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ ജിഷ്ണു പ്രസാദിനാണ് റെയിൻബോ ക്ലബിന്റെ നേതൃത്വത്തിൽ ജന്മനാട്ടിൽ സ്വീകരണം നൽകിയത്. മണ്ണാർക്കാട് തെന്നാരി പയ്യുന്റെ വീട്ടിൽ കൃഷ്ണകുമാർ മാലതി ദമ്പതികളുടെ മകനാണ് വിഷ്ണു പ്രസാദ്. ജവഹർലാൽ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 200 മീറ്ററിലും 4x100 മീറ്ററിലും 1993 റെക്കോർഡ് തകർത്ത് പുതിയ റെക്കോർഡോടെയാണ് സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ വിഷ്ണു പ്രസാദിന് കഴിഞ്ഞെന്ന് സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കെ പ്രസീത പറഞ്ഞു. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് തെന്നാരി റെയിൻബോ ക്ലബിന് ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി, ആദ്യം തന്നെ സ്നേഹം അറിയിക്കുകയാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ജനങ്ങളെ, ഇത്രയും നല്ല ഹൃദയങ്ങളുള്ള നല്ല വ്യക്തിത്വങ്ങളെ ഇവിടെ സജ്ജീകരിക്കാൻ കഴിയുന്നത് അരുണിന്റെ വിജയം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാവരോടും നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഓൾ ഇന്ത്യ പോലീസ് മീറ്റില് അത്ലറ്റിക്സില് ഇരട്ട സ്വർണമാണ് നമ്മുടെ പ്രിയങ്കരനായ ജിഷ്ണു പ്രസാദ് കൈവരിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ അഭിമാനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും കൂടിയാണ്. ക്ലബ്ബ് പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ അരുൺകുമാർ പാലകുർശി അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് SI അജാസുദ്ദീൻ മൊമന്റ് നൽകി. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലു, കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം, വനജ, അപ്പൂട്ടൻ, മാണിക്കണ്ടത്ത് കുട്ടൻ, സുജാത സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഓട്ടോ സിനിമയിലെ സുന്ദരി ഓട്ടോറിക്ഷ പോലെ നാട്ടിലെ ഏതൊരാവശ്യത്തിന് വിളിച്ചാൽ ഓടിയെത്തുന്ന അശോകനും ജനകീയൻ ഓട്ടോറിക്ഷയും ഷൊർണൂർക്കാർക്ക് ഏറെ സുപരിചിതമാണ്. ഒരു കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടുവെങ്കിലും തൻ്റെ ഓട്ടോറിക്ഷ കൊണ്ട് അശോകൻ ഓടിയെത്താത്ത സ്ഥലങ്ങളില്ല. ചെറുപ്പത്തിൽ പോളിയോ വാക്സിൻ ചില കാരണത്താൽ അശോകന് എടുക്കാൻ സാധിച്ചില്ല. കുറച്ചുനാൾ കഴിഞ്ഞതും നല്ല പനി വന്നു. പിന്നെ ഒരു കാലിൽ വാദം വന്ന് കാൽ തളരുകയായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വാടാനംകുറിശി ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശോകൻ തന്റെ 17-ാം വയസ്സിൽ പരിമിതികളെ കണക്കിലെടുക്കാതെ ജോലിക്കിറങ്ങി. ആദ്യം സൈക്കിൾ മെക്കാനിക്കായും പിന്നീട് പരസ്യ ബാനർ തയ്യാറാക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു. ഓട്ടോറിക്ഷയോട് ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ലോണെടുത്ത് 1996 ഒരു ഓട്ടോറിക്ഷ വാങ്ങി. ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓട്ടോറിക്ഷയിലൂടെ അശോകൻ കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയായിരുന്നു. രാത്രിയായാലും ഒന്ന് ഫോൺ വിളിച്ചാൽ അശോകനും ഓട്ടോറിക്ഷയും പാഞ്ഞെത്തും. ജനങ്ങളുടെ ഇടയിൽ ഏറെ സുപരിചിതമായ ഓട്ടോറിക്ഷയ്ക്ക് ഒടുവിൽ നാട്ടുകാർ തന്നെ ജനകീയൻ എന്ന പേരിട്ടു. ഒന്നാമത് നമുക്കൊരു ജീവിതമാർഗം വേണം, പിന്നെ വണ്ടികളുടെ ക്രൈസ്, അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ അതിന് മുന്നേ സൈക്കിൾ മെക്കാനിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡുകൾ, ബാനറുകൾ എഴുത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മേഖല തിരഞ്ഞെടുത്ത്. ജീവിതമാർഗ്ഗമാണ് പ്രധാനം എന്ന് കണ്ടിട്ട് ഓട്ടോ വാങ്ങുന്നതിൻ്റെ PMRY ലോൺ എടുത്തിട്ടാണ് ആദ്യം വണ്ടി എടുത്തത്. പിന്നെ ഓട്ടോറിക്ഷയിൽ ആദ്യം പഠിച്ചത് ഏട്ടൻ ആദ്യം ഓട്ടോ ഡ്രൈവറായിരുന്നു. അങ്ങനെയാണ് അത് കൂടുതൽ പ്രചോദനമായി. വണ്ടി വിളിക്കണവർ നമ്മളുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിട്ടിയതാണ്. നമുക്ക് 2 വയസ്സിലാണെന്നാണ് അമ്മയും അവരൊക്കെ പറയണത്. എന്താ വെച്ചാൽ ഈ തണുത്ത നിലത്ത് കിടന്നിട്ട് അങ്ങനെ പനി വന്നിട്ട് പോളിയോ ബാധിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി, അതിനൊന്നും പ്രയോജനം ഉണ്ടായില്ല. ജീവിക്കണം, വേറൊരാളെ ആശ്രയിക്കേണ്ടത്, നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വരുമാനം ഉണ്ടാക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഏത് തൊഴിലും നമുക്ക് അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ തിരഞ്ഞെടുത്തു. അടുത്തത് കഴിഞ്ഞാൽ 4-വീൽ ഡ്രൈവ് ചെയ്യണം. പിന്നെ അതിൻ്റെ ലൈസൻസ്, ഹാൻഡ് ക്ലച്ച് അപ്രൂവലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ലൈസൻസ് സംഘടിപ്പിക്കണമെന്നുണ്ട്. അമ്മയും ഏട്ടനും അടങ്ങുന്ന കുടുംബമാണ് അശോകൻ്റേത്. ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകും. കോട്ടയത്തേക്കും കോഴിക്കോട്ടേക്കും വരെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് അശോകൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒഴിവു സമയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന പതിവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് കൈകൊണ്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനം ഉള്ളതിനാൽ ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസും കൂടി എടുക്കലാണ് അശോകന്റെ അടുത്ത ലക്ഷ്യം. കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പാറമടകൾക്ക് നടുക്ക് ഒരു പച്ചത്തുരുത്ത്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കുമ്പളം ചൊലയിലെ ഒരു കൂട്ടം ഗ്രാമവാസികളുടെ പരിശ്രമത്തിനൊപ്പം പഞ്ചായത്തും ഒപ്പം നിന്നതോടെയാണ് പച്ചത്തുരുത്ത് യാഥാർത്ഥ്യമായത്. ഈ തുരുത്ത് തനിയെ ഉണ്ടായതല്ല, വെച്ചു പിടിപ്പിച്ചതാണ്. മാവും പ്ലാവും കശുമാവും കറിവേപ്പിലയും ഉൾപ്പെടെ 30ഓളം തരം മരങ്ങളും വിവിധ തരം പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും നിറഞ്ഞൊരു പ്രദേശം. ഇവിടെ കേൾക്കുന്നതാകട്ടെ പക്ഷികളുടെയും ചെറുജീവികളുടെയും ശബ്ദം. പ്രകൃതി നൽകിയ 30 ഏക്കറോളം വരുന്ന മനോഹര കുന്നായിരുന്നു ഈ പ്രദേശം.
പിന്നീട് ചെരുവിനെ വെട്ടിമുറിച്ച് പാറമടയാക്കി. ഇതോടെ ഇവിടം വരണ്ടുണങ്ങി. പരിസ്ഥിതിയെ നശിപ്പിച്ചവർക്ക് മറുപടിയായാണ് 5 ഏക്കറിൽ പച്ചത്തുരുത്ത് എന്ന പേരിൽ മാതൃകാ പ്രകൃതി സംരക്ഷണ പദ്ധതി എന്ന ആശയം ഉരുതിരിഞ്ഞത്. തുടർന്ന് പഞ്ചായത്ത് അംഗം എൻ പ്രതീഷിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2021 പച്ചത്തുരുത്ത് പദ്ധതി ആവിഷ്കരിച്ചു. 3 വർഷം കൊണ്ട് പച്ചത്തുരുത്തിൽ മഴവെള്ളം സംഭരിക്കാനായി. ഇതിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നും മികച്ച വരുമാനവും നേടി. ഈ വരുമാനം പദ്ധതിയുടെ നടത്തിപ്പിനായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സ്വയം സഹായ സംഘത്തിന് നൽകി. തുരുത്ത് യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് വർദ്ധിച്ചു. പാറമടയിലെ ഈ പ്രകൃതി സംരക്ഷണം ചർച്ചയായി. പച്ചത്തുരുത്ത് കാണാനും പഠിക്കാനുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുട്ടികളും സംഘടനകളും ഇവിടെ എത്താറുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസ് ഒരു പ്രതി കോടതിയിൽ കീഴടങ്ങി. തൃശൂർ പരപ്പൂർ സ്വദേശി മനോജാണ് പെരിന്തൽമണ്ണ കോടതിയിൽ കീഴടങ്ങിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവർ 14 ദേശീയപാതയിൽ മലപ്പുറം തിരൂർക്കാട് വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറിക്കടിയിൽപ്പെട്ട് 2 കോളേജ് വിദ്യാർത്ഥിനികൾക്കും ലോറി കാറിലും ബൈക്കിലും ഇടിച്ചതിനെ തുടർന്ന് യുവാവിനും പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിനെതിരെ പരാതിയുമായി CPM. വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച് 10ഓളം പരാതികൾ നൽകി. നഗരസഭാ പരിധിയിൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പരാതിക്കാർ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാഹനം കട്ടപ്പുറത്തായിട്ട് 4 മാസം. പ്രസിഡന്റ് സഞ്ചരിക്കുന്നത് ടാക്സി വാഹനത്തിൽ. വാഹനം നന്നാക്കാത്തതിന് പിന്നിൽ ബ്ലോക്ക് സെക്രട്ടറിയും ഭരണസമിതിയിലെ ചില അംഗങ്ങളും തമ്മിലുള്ള ശീതസമരമെന്നും ആരോപണം. തച്ചനാട്ടുകര സമഗ്ര ശുദ്ധജല പദ്ധതി കോട്ടോപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് പൈപ്പിടുന്ന പ്രവൃത്തികൾ ഈ മാസം പകുതിയോടെ ആരംഭിക്കും. 2 മാസം കൊണ്ട് പൈപ്പിടൽ പൂർത്തിയാക്കാനും ധാരണ. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. 6-ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. സെക്ഷന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് 50 ലക്ഷം രൂപ ചിലവ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.